ഈരാറ്റുപേട്ട മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ PC ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ പോലീസ് വൈദ്യപരിശോധന ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം. ആർട്ടിഫിഷ്യൽ ഓക്സിജൻ ആവശ്യമാണെന്ന് ഷോൺ ജോർജും പ്രതികരിച്ചു. ആരോഗ്യ പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാണിച്ചല്ല. അവര് പോലീസ് റുട്ടീൻ ചെക്കപ്പിൽ പോയപ്പോൾ അവിടെ നിന്നുണ്ടായ സാഹചര്യത്തിൽ പ്രഷർ കൂടുതൽ. ഇവിടെ ആദ്യം കാണിച്ചിടത്ത് 190 പ്രശ്നം ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ടാബ്ലറ്റ് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ 200 മുകളിലാണ് ഷുഗർ പ്രഷർ നിൽക്കുന്നത്. ഷുഗർ 250 അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ECG നോക്കിയപ്പോൾ ECG വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് കാർഡിയോളജി കൺസൾട്ടേഷൻ എഴുതിയിട്ടുണ്ട്. ആ കാർഡിയോളജി കൺസൾട്ടേഷന് വേണ്ടി ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മജിസ്ട്രേറ്റ് എഴുതിയിട്ടുണ്ട്. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നത്? പോലീസ് ആരോഗ്യാവസ്ഥ പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുപോയി. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? PC ജോർജുമായി പോലീസ് സംഘം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയാണ്. അതായത് PC റിമാൻഡിൽ തന്നെ, പക്ഷേ ആശുപത്രിയിൽ ചികിത്സ ആവശ്യമുണ്ട് എന്നാണ് ഈ കോടതിയിൽ പോലീസ് നൽകിയിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട്. അതായത് നേരത്തെ വിദഗ്ധ പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ, മെഡിക്കൽ പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പശ്ചാത്തലത്തിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി ഡോക്ടർമാർ ഇത് പരിശോധിച്ച ശേഷം ഡിസ്ചാർജ് ആകുന്നത് വരെ ആശുപത്രിയിലായിരിക്കും. അവിടെ റിമാൻഡിൽ എന്ന നിലയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ജയിലിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും. അതിനു മുൻപ് മറ്റൊരു ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും അതിൽ ജാമ്യം കിട്ടുകയും ചെയ്താൽ PC ജോർജിന് പുറത്തിറങ്ങാനും കഴിയും. എന്തായാലും ഇതാണ് നിലവിലെ ടെക്നിക്കാലിറ്റിയും നിലവിലെ സാങ്കേതികമായിട്ടുള്ള അവസ്ഥയും. എന്തായാലും PC ജോർജിനെ ഇപ്പോൾ പോലീസ് സംഘം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. PC ജോർജുമായി പോലീസ് സംഘം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. സാധാരണ ഒരു പ്രതി റിമാൻഡായി കഴിഞ്ഞാൽ നേരെ ജയിലിലേക്കാണ് കോടതി വിടുക. പക്ഷേ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ ആശുപത്രിയിലേക്ക് അയക്കും. ആശുപത്രിയിലും റിമാൻഡ് കണക്ക് തന്നെയാണ് കാര്യങ്ങൾ നടക്കുക. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. 14 ദിവസത്തേക്കാണ്, 10/3 വരെയാണ് PC ജോർജിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യം കൊടുത്ത ജാമ്യാപേക്ഷ തന്നെ തള്ളിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ജാമ്യം കിട്ടുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ ആ ഉത്തരവിൽ വളരെ വിശദമായി ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കീഴ്ക്കോടതികൾ അത് പരിശോധിക്കുന്ന ഘട്ടത്തിൽ റിപ്പീറ്റഡ് ഒഫൻസ് വരുത്തിയ ഒരാളാണ് PC ജോർജ് എന്ന ഒരു പരാമർശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിൽ ബെയിൽ അനുവദിക്കുന്ന ഘട്ടത്തിൽ ഇതേ സമാനമായിട്ടുള്ള കേസുകൾ PC ജോർജിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തെ ആണെങ്കിലും അതോടൊപ്പം തന്നെ വെണ്ണല വിദ്വേഷ പ്രസംഗ കേസാണെങ്കിലും ഒക്കെ തന്നെ അതിലൊക്കെ ബെയിൽ കണ്ടീഷനിൽ സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വീണ്ടും അദ്ദേഹം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു. അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞു. PC ജോർജിന് അബദ്ധത്തിന്റെ ഘോഷയാത്രയാണോ എന്നന്ന് കോടതി ചോദിച്ചിരുന്നു. എന്തായാലും PC ജോർജ് മുന്നോട്ട് വെച്ച എല്ലാ വാദഗതികളും തള്ളിക്കൊണ്ടായിരുന്നു അന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിറക്കിയത്. അതിന് ചുവടുപിടിച്ചാണ് മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും PC ജോർജ് അപ്രതീക്ഷിതമായി വിവരങ്ങൾ നൽകിയത്. PC ജോർജിനെ റിമാൻഡ് ചെയ്തു. പക്ഷേ ആരോഗ്യാവസ്ഥ മോശമാണ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോലീസ് സംഘം കൊണ്ടുപോവുകയാണ്.